വളരെ സിമ്പിളായി ഒരു മുട്ട സലാഡ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിന് വേണ്ടത് നമുക്ക് ഒരു 3 സ്പൂണോളം മയോണൈസ് എടുത്തിട്ടുണ്ട്, 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഈ കുക്കുംബർ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും അതിൻ്റെ വെള്ളമാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ മാങ്ങാച്ചാറിൻ്റെ ഒരു പിക്ക് ഇവിടെ കാണിച്ചു കൊടുത്തപ്പോഴേക്കും ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇതാണ് ഇവരുടെ അച്ചാറെന്ന് കേട്ടോ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ കുക്കുംബറും വിനാഗിരിയും ഉപ്പും പഞ്ചസാരയും പിന്നെ കടുകും കൂടി ചേർത്തിട്ടാട്ടോ ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് മുട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ. ഒരു ബൗളിലേക്ക് 3 സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കുക. മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിലേക്ക് നമ്മുടെ കുക്കുംബറിൻ്റെ വെള്ളം ഒരു 3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തിരി കട്ടിക്ക് വേണ്ടവർക്ക് 2 സ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഇത്തിരി കുക്കുംബറും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഈ റെസിപ്പി പറഞ്ഞ സ്റ്റാഫ് പറഞ്ഞത് അവർ കുക്കുംബർ ഇടാറില്ല, വെള്ളം മാത്രം ഉപയോഗിക്കാറുള്ളതെന്നാണ്. പക്ഷേ എനിക്ക് ഈ കുക്കുംബർ ഇഷ്ടമുള്ള കാരണം ഞാൻ അതും കൂടി ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് പഞ്ചസാര, ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടി അതിലോട്ട് ചേർക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ മല്ലിയിലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. സ്റ്റേ പോസിറ്റീവ്, ബി ഹാപ്പി.